ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോയാലോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണെന്നും നിങ്ങളെ ഇപ്പോൾ മുന്നോട്ട് പോകാതെ തടസ്സം നിർത്തുന്നത് എന്താണെന്നും നിങ്ങളിപ്പോൾ എടുക്കേണ്ട ആക്ഷൻ എന്താണെന്നും ആ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ എന്ത് ഔട്ട്കമാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ്? നിങ്ങളെ ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാതെ തടസ്സം നിർത്തുന്നത് എന്താണ്? എന്ത് ആക്ഷനാണ് നിങ്ങളിപ്പോൾ എടുക്കേണ്ടത്? ഈ ആക്ഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഔട്ട്കം എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്ന് പറയുന്നത് ദ ഹൈറഫൻറ്റ് എന്ന് പറഞ്ഞ കാർഡാണ്. അതായത് നിങ്ങളിപ്പോൾ നിൽക്കുന്ന എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ എനർജി എന്ന് പറയുന്നത് സമൂഹത്തിന് വാല്യൂ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അതായത് ഞാൻ എന്ത് ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ സമൂഹം എന്താണ് വിചാരിക്കുക എന്നുള്ളൊരു മൈൻഡിലൂടെ പോകുന്ന ആൾ. അതുപോലെ തന്നെ സൊസൈറ്റിക്ക് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതായത് സമൂഹത്തിന് മുൻതൂക്കം കൊടുത്ത് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. നിങ്ങളെ മുന്നോട്ട് പോക്കാതെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. അതായത് നിങ്ങളിപ്പോൾ സൊസൈറ്റിക്കാണ് മുൻതൂക്കം കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ചിലപ്പോൾ അത് എന്താണ്, ഫാമിലിക്ക് സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു എനർജി ആകണമെന്നില്ല. അപ്പോൾ നിങ്ങളെ മുന്നോട്ട് പോകാതെ തടസ്സം നിർത്തുന്നത് എന്ന് പറയുന്നത് ഫാമിലിയാണ്. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ സമൂഹത്തിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ ഫാമിലിയെ ചില സമയത്ത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു എനർജി. അപ്പോൾ അത് ഫാമിലിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ ഒരു എനർജി നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുമുണ്ട്. കാരണം രണ്ടിനും ഇടയിൽ കിടക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചെയ്യാം. അതായത് എനിക്ക് സമൂഹത്തിന് വില നൽകണം എന്നുമുണ്ട്, പക്ഷെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമായൊരു തീരുമാനം എടുക്കാനും മുന്നോട്ട് പോകുവാനും പറ്റാത്ത ഒരു എനർജിയിലാണുള്ളത്. ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇട്ടിരിക്കുന്ന 7 ഓഫ് സോഡ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ആക്ഷൻ എടുക്കേണ്ട സമയമല്ല. കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാകാം, ചിലപ്പോൾ ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ള പ്ലാനോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. എന്തോ ഒരു കാര്യത്തിലൊരു പ്ലാൻ ഉണ്ട്, പക്ഷേ ആ പ്ലാൻ നിങ്ങളിപ്പോൾ തുറന്ന സമൂഹത്തോട് പറയേണ്ട ഒരു സമയമല്ല എന്നാണ് കാണുന്നത്. കാരണം അത് നിങ്ങളിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിക്കുന്ന റിസൾട്ട് ആയിരിക്കില്ല, നിങ്ങൾ വിചാരിക്കാത്ത റിസൾട്ടിലേക്കായിരിക്കും എത്തിച്ചേരുക എന്നാണ് കാണുന്നത്. കാരണം ചിലപ്പോൾ നിങ്ങൾ പറയുന്ന പ്ലാൻ ഉപയോഗിച്ച് വേറൊരാൾ വർക്ക് ചെയ്ത് അതിൽ വിജയം നേടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് പ്ലാനാണ് ചെയ്യുന്നത് അതിൽ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഒബ്സർവ് ചെയ്യേണ്ട സമയമാണ്, നിരീക്ഷിക്കേണ്ട സമയത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ആക്ഷൻ എടുക്കാതെ നിരീക്ഷിക്കൂ എന്നാണ് കാണുന്നത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഔട്ട്കം എന്ന് പറയുന്നത്